ഇനി നിലയ്ക്കലിൽ നിന്ന് മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, നമുക്കറിയാം ഇനി ഒരു മാസക്കാലം എന്ന് പറയുന്നത് ആത്മസംതൃപ്തിയുടെയും ഭക്തിയുടെയും എല്ലാം കാലമാണ്. എന്നാൽ മനസ്സും ശരീരവും ഒരുപോലെ തന്നെ സൂക്ഷിച്ച് അല്ലെങ്കിൽ ശുദ്ധമാക്കിക്കൊണ്ട് ശബരിമലയിലേക്ക് എത്തുന്ന അയ്യപ്പന്മാർക്ക് മതിയായ ബഹുമാനം കിട്ടുന്നുണ്ടോ എന്നൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അവരെ പല സ്ഥലത്തും അവഹേളിക്കുന്നു, ശുദ്ധജലം നൽകുന്നില്ല, അല്ലെങ്കിൽ കുടിവെള്ളം പോലും നൽകുന്നില്ല എന്ന പരാതികളെല്ലാം ഉയർന്നു വരുന്നൊരു സാഹചര്യം തന്നെയുണ്ട്. എന്നാൽ ഇനി അങ്ങനെ ഒരു വിഷയം ഉണ്ടാകില്ല എന്ന് ദേവസ്വം പ്രസിഡന്റ് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. എന്നാലും നിലയ്ക്കലിൽ എങ്ങനെയാണ് ഒരുക്കങ്ങൾ? ദേവിക, വിനോദ്, സുപ്രഭാതം. ഒപ്പം സ്വാമിയെ ശരണമയ്യപ്പ. എന്തായാലും തീർത്ഥാടന കാലത്തിന് ഒരുങ്ങുകയാണ് ശബരിമല തീർത്ഥാടനത്തിന്റെ പ്രധാന ഇടത്താവളമായ നിലയ്ക്കൽ. ബസ്സുകൾ എല്ലാം സജ്ജമാക്കിയിട്ടുണ്ട്. 225 ചെയിൻ സർവീസുകളാണ് പമ്പ നിലയ്ക്കൽ സർവീസ് നടത്താൻ വേണ്ടി സജ്ജമായിരിക്കുന്നത്. രാവിലെ തീർത്ഥാടകർ എത്തി തുടങ്ങുന്നേയുള്ളൂ, അയ്യപ്പന്മാർ എത്തി തുടങ്ങുന്നതേയുള്ളൂ. ഇവിടെ ഉച്ചയ്ക്ക് 1 മണി മുതലാണ് പമ്പയിൽ നിന്ന് മല കയറാൻ വേണ്ടി ഭക്തജനങ്ങളെ അനുവദിക്കുക. അതുകൊണ്ട് തന്നെ രാവിലെ വാഹനങ്ങൾ എത്തി തുടങ്ങുന്നതേയുള്ളൂ. പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് ചെറിയ രീതിയിൽ വാഹനങ്ങൾ എത്തുന്നു. ഒപ്പം ഇവിടെ ഭക്തജനങ്ങൾ നിറയുന്ന സാഹചര്യം അനുസരിച്ച് ബസ്സുകൾ, ചെയിൻ സർവീസുകൾ പമ്പയിലേക്ക് പുറപ്പെടുകയും ചെയ്യുന്നു. ഓരോ 10 മിനിറ്റ് 5 മിനിറ്റ് കൂടുമ്പോൾ ഭക്തജനങ്ങൾ ബസ്സിൽ നിറയുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ സീറ്റിംഗ് കപ്പാസിറ്റിക്ക് അനുപാതികമായ രീതിയിൽ 2-3 സീറ്റുകൾ ഒഴിച്ചിട്ട് ബാക്കി ബസ് ഫില്ലാകുന്നതിനനുസരിച്ച് ഇവിടെ നിന്നും ബസ്സുകൾ സർവീസ് ആരംഭിച്ചിട്ടുമുണ്ട് രാവിലെ മുതൽ തന്നെ. എന്തായാലും എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട് എന്നാണ് ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും അവകാശവാദം. 6 പന്തലുകളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. വിവിധ ഭാഗങ്ങളിലായിട്ട് KSRTC സ്റ്റാൻഡിന് സമീപത്ത് ഒരു ജർമ്മൻ സാങ്കേതികവിദ്യയിലുള്ള പന്തൽ ഉൾപ്പെടെ സജ്ജമാക്കിയിട്ടുണ്ട്. 6000 ആളുകൾക്ക് വിശ്രമിക്കുന്നതിനുള്ള സാഹചര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അവകാശവാദം. ഒപ്പം ടോയ്ലറ്റ്, പാർക്കിംഗ് സൗകര്യം, ഭക്ഷണ സൗകര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം സജ്ജമാക്കുന്നത് നിലയ്ക്കലാണ്. പ്രധാനമായും പമ്പയ്ക്ക് 2018 പ്രളയത്തിന് ശേഷം പമ്പയിൽ നിന്ന് ശബരിമല തീർത്ഥാടനത്തിന്റെ ആ ഇടത്താവളം എന്ന രീതിയിൽ പമ്പയിലെ സൗകര്യങ്ങൾ കൂടി നിലയ്ക്കലേക്ക് മാറ്റിയപ്പോൾ കൃത്യമായി തന്നെ പാർക്കിങ്ങും വിശ്രമവും ഭക്ഷണവും ഉൾപ്പെടെയുള്ള ടോയ്ലറ്റ് സൗകര്യം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കേണ്ടത് നിലയ്ക്കലാണ്. ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി എന്ന് പറയുന്നു. അത് എത്രത്തോളം പ്രാവർത്തികമാകും, ഭക്തജനങ്ങൾക്ക് ഉപകാരപ്രദമാകും, അലോസരമില്ലാതെ ഭക്തജനങ്ങൾക്ക് ഉപയോഗിക്കാനാകും എന്നുള്ളതൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ കണ്ടറിയേണ്ടത് തന്നെയാണ്. സർക്കാരും ദേവസ്വം ബോർഡും ഇക്കാര്യത്തിൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ. 17 പാർക്കിംഗ് ഗ്രൗണ്ടുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. 3 ഗ്രൗണ്ടുകൾ കൂടി അധികമായി സജ്ജമാക്കിക്കൊണ്ട് 20 ഗ്രൗണ്ടുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 10,000-ഓളം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് എന്നാണ് അവകാശം. ഒപ്പം ചെറുവാഹനങ്ങൾ, മറ്റു വാഹനങ്ങൾ 7 സീറ്റിംഗ് കപ്പാസിറ്റി വരെയുള്ള വാഹനങ്ങൾ പമ്പയിലും പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം ഇത്തവണ ഹൈക്കോടതിയുടെ അനുമതിയിലൂടെ ലഭിച്ചിട്ടുണ്ട്. അവിടേക്കും വാഹനങ്ങൾ വിട്ടു തുടങ്ങിയിട്ടുണ്ട്. പമ്പയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് പമ്പയിലെ സാഹചര്യം അനുസരിച്ചുണ്ടായിരിക്കും. പമ്പയിൽ കൂടുതൽ തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ പമ്പയിലെ പാർക്കിംഗ് ഒഴിവാക്കുകയും നിലയ്ക്കൽ മാത്രമായിട്ട് പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തുകയും ചെയ്യും. അതല്ല, നിലവിലെ രീതിയിൽ തിരക്ക് കുറഞ്ഞ സാഹചര്യമാണെങ്കിൽ പമ്പയിൽ 7 സീറ്റിംഗ് കപ്പാസിറ്റി വരെയുള്ള ചെറുവാഹനങ്ങൾ, മുച്ചക്ര വാഹനം ഉൾപ്പെടെയുള്ള 7 സീറ്റിംഗ് കപ്പാസിറ്റി വരെയുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി ചക്കുവെള്ളിയിലും ഹിൽ ടോപ്പിലും ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. 2000-ഓളം വാഹനങ്ങൾ അവിടെയും പാർക്ക് ചെയ്യാനുള്ള ക്രമീകരണമാണ് സജ്ജമാക്കിയിരിക്കുന്നത്. ഇനി ഇവിടെ അത്യാവശ്യമുള്ളത് ടോയ്ലറ്റ് സൗകര്യം, വിശ്രമിക്കുന്നതിനുള്ള സൗകര്യം, ഭക്ഷണം, വെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഭക്തജനങ്ങൾക്ക് ഉറപ്പാക്കുക എന്നുള്ളതാണ്. അത് ഓരോന്നായി പരിശോധിച്ചു കഴിഞ്ഞാൽ പന്തൽ 6 എണ്ണം സജ്ജമാക്കിയിട്ടുണ്ട്. അതിൽ 4 എണ്ണം ഏകദേശം പൂർത്തിയായിരിക്കുന്നു. 2 എണ്ണത്തിൻ്റെ പണികൾ പുരോഗമിക്കുന്നുണ്ട്. മറ്റ് 6000 പേർക്ക് വിശ്രമിക്കുന്നതിനുള്ള സൗകര്യം അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനിയുള്ളത് ഭക്ഷണവും വെള്ളവും ഒക്കെ ഉള്ള കാര്യങ്ങളാണ്. അന്നദാനം ഉറപ്പാക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഒപ്പം ചുക്കുവെള്ളം ഇവിടെ എത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ആവശ്യമായത് സജ്ജമാക്കി എന്ന് പറയുന്നുണ്ട്. ഇവിടെ ബസ്സുകൾ, ചെയിൻ സർവീസുകൾ പുറപ്പെടാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഭക്തജനങ്ങൾ എത്തിത്തുടങ്ങുന്ന സാഹചര്യം, വലിയ തിരക്കില്ലാത്ത അന്തരീക്ഷമാണ് രാവിലെ ഉള്ളത്. രാവിലെ മുതൽ തന്നെ ഭക്തജനങ്ങൾ എത്തിത്തുടങ്ങുന്ന സാഹചര്യം അനുസരിച്ച് ബസ്സുകൾ ഫില്ലാകുന്നതിനനുസരിച്ചാണ് ഇവിടെ നിന്നും ബസ്സുകൾ പുറപ്പെട്ട് തുടങ്ങുന്നത്. ഓരോ 10 മിനിറ്റ് 5 മിനിറ്റ് കൂടുമ്പോൾ ഇപ്പോൾ ബസ്സുകൾ പുറപ്പെടുന്നുണ്ട്. കുഞ്ഞു സ്വാമിമാരൊക്കെ ഇവിടെ ദർശനം കാത്ത് ഇരിക്കുന്നുണ്ട്. സ്വാമിയെ ശരണയ്യ. ഇവിടെ എവിടുന്നാണ് വരുന്നത്? കർണാടക, മൈസൂർ. From Mysore, Karnataka. Okay. Swamiye Sharanamayappa. Mysore. സംസ്ഥാന തീർത്ഥാടകർ ഉള്ള ഒരു ബസ്സാണ് ഇപ്പോൾ. അതുടൻ തന്നെ പുറപ്പെടും. സീറ്റ് 3-4 വരെയും ബാക്കി വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ
ബസ് പുറപ്പെടും എന്നാണ് സ്റ്റേഷൻ മാസ്റ്റർ അറിയിച്ചിരിക്കുന്നത്. ബസ് ഫില്ലാകാൻ കാത്തു നിൽക്കുന്നില്ല. അതിനു മുൻപ് തന്നെ ബസ്സുകൾ പുറപ്പെടും. തിരക്കില്ലാത്ത സമയമാണിത്. ഇനിയുള്ള മണിക്കൂറുകളിൽ ഭക്തജനങ്ങൾ കൂടുതലായിട്ട് എത്താനുള്ള സാധ്യതയുണ്ട്. ദീർഘദൂര ബസ്സുകൾ അത് മുഴുവൻ ഭക്തജനങ്ങളുമായി സീറ്റിംഗ് കപ്പാസിറ്റിയിൽ മുഴുവൻ ഭക്തജനങ്ങളുമായിട്ടാണ് എത്തുന്നതെങ്കിൽ നിലയ്ക്കൽ കയറാതെ നേരെ പമ്പയിലേക്ക് പോവുകയും ചെയ്യും. ദൂരദേശങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളുടെ സ്വകാര്യ വാഹനങ്ങളും ധാരാളമായി ഇനി വരുന്ന മണിക്കൂറുകളിലായിരിക്കും ഇവിടേക്ക് എത്തുക. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മണിക്കൂറുകൾ ഒരു 9 മണിക്ക് ശേഷമുള്ള സമയത്തായിരിക്കും കൂടുതൽ തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യത ഉണ്ടാവുക. ഇപ്പോൾ ബസ്സുകൾ ഓരോന്നായിട്ട് ഇവിടെ നിന്നും പുറപ്പെടുകയാണ്. രാവിലെ മുതൽ തന്നെ ബസ്സുകൾ പുറപ്പെടുന്നുണ്ട്. 225 ചെയിൻ സർവീസുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത് പമ്പയിൽ നിന്നും നിലയ്ക്കലേക്കും സർവീസ് നടത്തുന്നതിന് വേണ്ടി. ബാക്കി ക്രമീകരണങ്ങളും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ അടിസ്ഥാന സൗകര്യ ആവശ്യങ്ങളടക്കം ക്രമീകരിച്ചിട്ടുണ്ട്, സജ്ജമാക്കി. അവകാശവാദം ഉണ്ടാകുന്നു. അത് എത്രത്തോളം ഭക്തജനങ്ങൾക്ക് അലോസരം ഉണ്ടാകാതെ ഭക്തജനങ്ങൾക്ക് ഉപയോഗപ്രദമായി മാറും എന്നുള്ളത് കണ്ടറിയണം. കഴിഞ്ഞ തീർത്ഥാടന കാലത്തൊക്കെ വിവിധ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. നിലയ്ക്കൽ വലിയ പ്രശ്നങ്ങളായിരുന്നു കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് ഭക്തർക്ക് നേരിടേണ്ടി വന്നത്. ബസ് സൗകര്യം ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഉൾപ്പെടെ കുടിവെള്ളം ഉൾപ്പെടെ ഭക്ഷണം ഉൾപ്പെടെയുള്ള വിവിധ പ്രശ്നങ്ങൾ ഭക്തജനങ്ങൾ അഭിമുഖീകരിച്ചിരുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് നിലയ്ക്കൽ ഉണ്ടായിരുന്നു. അപ്പോൾ ദേവസ്വം ബോർഡിന്റെ അവകാശവാദമൊക്കെ പൊള്ളയാണ്. അവിടെ സൗകര്യങ്ങളില്ല. PRP കുറിപ്പ് കുട്ടൻ കൃഷ്ണ തുടങ്ങിയ പ്രേക്ഷകരൊക്കെ പറയുന്നുണ്ട് ദേവസ്വം ബോർഡ് വാചമടിക്കുന്നതേ ഉള്ളൂ, അവിടെ ഒന്നും ചെയ്തിട്ടില്ല, അവിടെ പ്രാഥമിക സൗകര്യങ്ങളില്ല, കുടിവെള്ളം പല സ്ഥലങ്ങളിലും കിട്ടാനില്ല എന്നൊക്കെ ആണ് പ്രേക്ഷകരും ഇതോടൊപ്പം നമ്മളോട് പ്രതികരിക്കുന്നത്.